ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്, ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഈ ഒരു വീഡിയോയിലേക്ക് വന്നിരിക്കുക. നമുക്കറിയാം CSEBയുടെ എക്സാം വരാൻ ഇനി അധിക ദിവസങ്ങളില്ല. ശരിക്കും പറഞ്ഞാൽ 30 ദിവസത്തിന് മുകളിൽ അല്ലെ, 30 ദിവസം തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാലുള്ളൂ. അപ്പൊ ആ 30 ദിവസം കൊണ്ട് നമ്മളെ ഏരിയയിൽ തന്നെ അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ തന്നെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. അതായത് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്ത ആൾക്കാരുണ്ടാവും, ഇനി റിവിഷൻ എന്ന് വേണം വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ആൾക്കാർ നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഇവർക്കൊക്കെ ഫ്ലെക്സിബിൾ ആയ രീതിയിൽ കുറച്ച് ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അതിൽ സ്റ്റഡി പ്ലാൻ ഉണ്ട്, ടൈം ടേബിൾ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് നോക്കാം. സാറേ, എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും? സാർ, ഇവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇപ്പം എങ്ങനെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ട്, അപ്പം എങ്ങനെ പഠിക്കണം, അതുപോലെ കുറെ സംശയങ്ങൾ നമുക്ക് നിരന്തരം അവരെന്തെങ്കിലും നമ്മളോട് സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കറക്റ്റായിട്ട് ഇവരുടെ സംശയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യണം. നമ്മൾ ജൂലൈ മാസം 2-ാം തീയതി രാത്രി 7 മണിക്കാണ് നമ്മുടെ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഈ വെബിനാറിൽ ഞാൻ മാത്രമല്ല, നമ്മളിവിടെ പ്രശാന്ത് സാർ ഉണ്ടാവില്ല സാറേ? ഉണ്ടാവും. അപ്പൊ നമ്മൾ രണ്ടുപേരും നിങ്ങളുടെ ഈ ഒരു സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. ഇപ്പം എക്സാം ഓഗസ്റ്റ് 3-നാണ് നമ്മുടെ എക്സാം വരുന്നത്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളത്. എല്ലാവർക്കും ഒരേ ഓർമ്മശക്തിയല്ല. ഇപ്പം എനിക്കൊരു കാര്യം ഓർത്തിരിക്കാനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ മതി എങ്കിൽ സാറിന് അത്ര പോലും വേണ്ട. കാരണം സാർ ഭയങ്കര ബ്രില്യൻ്റ് ആണ്, സാറിന് കുറച്ച് സമയം മാത്രം മതിയാവും. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഓരോ വിദ്യാർത്ഥികളുടെയും കാര്യം. ഇപ്പൊ അവർക്ക് ഒരു ഇൻഡിവിജ്വൽ സ്റ്റഡി പ്ലാൻ വേണം. അതായത് എത്ര മണിക്കൂർ പഠിക്കണമെന്ന്. ഇപ്പം നമുക്ക് 30 ദിവസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ പോലും ഇപ്പം ഒരാൾ ദിവസം അരമണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഏരിയ തീർക്കുവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു മാക്സിമം എത്ര സമയം സ്പെൻഡ് ചെയ്യണം, അതുപോലെ ഓരോരുത്തരുടെയും ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് പറ്റിയ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ അവർ ഇൻഡിവിജ്വലി എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ, അതായത് ഒരു വെബിനാർ കൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഹോട്ട് ടോപ്പിക്കിന്റെ ഡിസ്കഷൻ അവിടെ ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ട്. അതുകൂടാതെ എല്ലാവർക്കും കൺവീനിയന്റ് ആയ, എല്ലാവർക്കും ഫ്ലെക്സിബിൾ ആയ, ഞാൻ നേരത്തെ പറഞ്ഞ ടീമിന്, അതായത് പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്കും ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്ത ആൾക്കാർക്കും റിവിഷൻ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇവർക്കൊക്കെ ഒരേ രീതിയിൽ ഫ്ലെക്സിബിൾ ആയ ഒരു ടൈം ടേബിൾ ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. ആ ടൈം ടേബിൾ ആണ് നമ്മളെ 30-day സ്റ്റഡി പ്ലാൻ അല്ലെ. സിലബസ് ഓറിയന്റഡ് ആയിട്ട് ആ 30-day ടൈം പ്ലാൻ കൂടെ നിങ്ങൾക്ക് പഠിച്ചാൽ ഉറപ്പായിരുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CSEBയുടെ എക്സാം പുഷ്പം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മള് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ CSEBയുടെ സെക്രട്ടറിയുടെ എക്സാം, അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെയും എക്സാം നടന്നിരുന്നു. ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ സിലബസ് എന്ന് പറഞ്ഞാൽ കുറച്ച് എൻ്റെ ഡിഫറെന്റ് ആയ സിലബസ് ആണ്. നമുക്ക് അത് മാറ്റി വെക്കാം. സെക്രട്ടറിയുടെ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുമോ എന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ വളരെ കുഴപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ചോദ്യമായിരുന്നില്ല. അത്യാവശ്യം താരതമ്യേന എളുപ്പമുള്ളൊരു എക്സാം ആയിരുന്നു. എന്നാൽ ഇതേ പാറ്റേണിൽ തന്നെ നമ്മുടെ ക്ലർക്കിന്റെ എക്സാം വരുമോ, അപ്പോൾ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. അപ്പം അതിന് എങ്ങനെ പഠിക്കണം, ഈ ഒരൊറ്റ എക്സാം, ഇന്ന് ആദ്യമായിട്ടാണ് 100 മാർക്കിന്റെ എക്സാം നടക്കുന്നത്. അപ്പം ആ ഒരൊറ്റ എക്സാമിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലാൻ, നമ്മുടെ CSEB ക്ലർക്കിന്റെ എക്സാം എങ്ങനെയായിരിക്കും, അത് എങ്ങനെ തയ്യാറെടുക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന. വെബിനാറിന്റെ ഡേറ്റ് എന്നാ സാറേ? വെബിനാർ നമുക്കുള്ളത് ജൂലൈ 2-ാം തീയതി വൈകിട്ട് 7 മണിക്കാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ വെബിനാർ Zoom പ്ലാറ്റ്ഫോം വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ മസ്റ്റ് ആണ്. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അപ്പൊ നമുക്ക് രണ്ടാളെയും അല്ലെ, നമ്മളെ രണ്ടാളെയും എപ്പോൾ നമുക്ക് കാണാം, ഈ ജൂലൈ 2-ന് വൈകിട്ട് 7 മണിക്ക് തന്നെ വെബിനാറിൽ നമുക്ക് ഒരുമിച്ച് കാണാം. വേറെ ഒന്നുമില്ലല്ലോ സാറേ? വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് വെബിനാറിൽ കാണാം. താങ്ക് യു, ബൈ.